ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഒരു വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഫൈസിയുടെ ബർത്ത്ഡേ ആണ്, 11-ാം തീയതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നാളെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഞാൻ കാണിക്കുന്നത് നോക്കി, ചൂടുള്ള ചായ ഞാനിപ്പോൾ തിളച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഇങ്ങോട്ട് ഇറക്കി വെച്ച് മൂടി വെച്ചേക്കുക. അത് പോയിട്ട് കൈ കൊണ്ടാ പോയിട്ട് ആ മൂടി അങ്ങോട്ട് എടുത്തപ്പോൾ കൈ ഇത്തിരി പൊള്ളിയിട്ട്, അതാണ് പിന്നെ മുഖം ഇങ്ങനെ. പിന്നെ കൂട്ടാനൊക്കെ കാണിച്ചു തരുന്നില്ലേ. ഇന്നലെ വൈകുന്നേരം ഞാൻ കൂട്ടാൻ ഒരു 9 മണിയാകുമ്പോൾ വെച്ചു. എന്താ വെച്ചെങ്കിൽ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചോറുണ്ട്, അപ്പോൾ അതും കൊടുത്തേക്കുണ്ട്. എല്ലാം കൂടിയിട്ടേക്ക് രാവിലെ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മേടിച്ചോളുന്നുണ്ടായിരുന്നു മീൻ, കേര മേടിച്ചോളുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്നലെ വൈകുന്നേരം 9 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ചോറേക്കലും എൻ്റെ ചോറേക്കലൊക്കെ കഴിഞ്ഞ് അതങ്ങോട്ട് വെച്ചു. അപ്പോൾ ആ കൂട്ടാൻ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പം ഇനി ഇഡ്ഡലി ഉണ്ടാക്കണം. ഇഡ്ഡലിക്കുള്ളത് എന്താ മാവൊക്കെ ഞാൻ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇഡ്ഡലി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇന്ന് ഫൈസിയുടെ ബർത്ത്ഡേ ആയിട്ട് അവനക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ല. ഒരു 5 പൊതി ചോറ്, സത്യം പറഞ്ഞാൽ 3 പൊതിയെ കൊടുക്കാറിട്ടാ. പിന്നെ മെമ്പർ വന്നിട്ട് നമ്മളതിനെ ഇങ്ങോട്ട് നിർബന്ധിച്ചു, ഒരു 5 പൊതിയാക്ക്, 2 തവിച്ച് കയ്യിലാക്കിയാൽ മതി, കുറേശ്ശെ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് 5 പൊതിയാക്കി. എന്താ വെച്ചെങ്കിൽ എന്നെ കൊണ്ടും എല്ലാം കൊടുത്താങ്ങില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഫൈസയുടെ ബർത്ത്ഡേ അല്ലേ അന്ന്, ഒരു 5 പൊതി ചോറ് ആൾക്കാർക്ക് കൊടുത്താൽ അതിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെ അല്ലേ. വയ്യാത്തവരല്ലേ, പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരും അല്ലേ. അപ്പോൾ അങ്ങനെ നെയ്ത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥനയോടെ തന്നെ 5 പൊതി ചോറ് പൊതിഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി എന്താ പരിപാടി, ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. ഇഡ്ഡലി ഇപ്പോൾ എന്താ നന്നായിട്ട് മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഇഡ്ഡലി കിട്ടി. പിന്നെ കുട്ടികളുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ മറന്നു. അത് ഞാൻ മറന്നു പോയതാട്ടോ ഗെയ്സ്. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ പേരൊന്ന് പറയുമോ പറഞ്ഞിട്ട്. അപ്പോൾ പേരെന്താ വെച്ചെങ്കിൽ, മൂത്തോളുടെ പേര് ഫർഹ ഫാത്തിമ, രണ്ടാമത്തോൻ്റെ പേര് മുഹമ്മദ് ഫൈസി, മൂന്നാമത്തെ ചെറുത് പെൺകുട്ടി, അവളുടെ പേര് ഫൈസ ഫാത്തിമ എന്നാട്ടാ. അവരൊക്കെ പഠിക്കുന്നത് ഒരാൾ 6-ൽ, മൂത്തോൾ 6-ൽ, രണ്ടാമത്തെ 3-ൽ, ചെറുത് 1-ലാട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അത് മറന്നു പോയതാണ് പേര് പറയാൻ. പിന്നെ ചോദിച്ചു എവിടെ വീട് ചോദിച്ചു. തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞതാട്ടാ. ഞാൻ വീഡിയോയിൽ പറയാച്ചിട്ട് തൃശ്ശൂർ വാഴാനി വിരിപ്പാക്കാന്ന് പറയും, ആ ഒരു സ്ഥലത്താണ് കേട്ടോ. വാഴാനി ഡാമൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അന്ന് ഇവിടെ ഡാമൊക്കെ വന്ന് കണ്ടോളേട്ടാ, നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ്. അപ്പോൾ അവിടെ ആയിട്ടാണ് വീട്. അപ്പം ഞാൻ ഉണ്ണിമോളേനെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിക്കാട്ടാ. അവൾക്ക് വെച്ചെങ്കിൽ ഭയങ്കര മടി, ഉമ്മച്ചിയെന്ന് പോകണ്ട ഉമ്മച്ചിയെ പറഞ്ഞിട്ടുള്ള ഞെളിഞ്ഞ് പിരിഞ്ഞിട്ടൊക്കെയാണ് നീക്കണത്. സമ്മതിക്കില്ല, പൊയ്ക്കോന്ന് പറഞ്ഞുട്ടാ. ബർത്ത്ഡേക്കാരൻ കിടക്കണ നോക്കി ഓടാൻ പോണ പോലെ കിടക്കണ്. ഒരാൾ നോക്ക്, ഞാൻ ലേറ്റ് ഇട്ടപ്പോൾ പുതപ്പെടുത്താൻ മോത്തിക്ക് കട്ടു. അപ്പം ഞാനത് മെല്ലെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചുട്ടാ. ഭയങ്കര ദേഷ്യം, ഉറക്കത്തിൽ ഓരോന്നൊക്കെ വലിക്കുന്നതൊന്നും ഇഷ്ടമല്ല. നല്ല ഉറക്കാട്ടാ. അപ്പോൾ അങ്ങനെ ഇന്നലെ നേരം വൈകിട്ടൊക്കെ ഇടുന്നത്, എൻ്റെ കൂട്ടാൻ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പനെ കുട്ടികളും കിടന്ന്. ഇവൾക്ക് ഞാൻ പറഞ്ഞതാ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, മദ്രസയിൽ പോകണ്ടേന്നൊക്കെ പറഞ്ഞു. ഉറക്കം മതിയാവാത്ത കാരണമാട്ടെ ഇന്ന് മാന്ത നോക്ക് ഒക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒപ്പനെ കെടുക്കുള്ളൂ. അങ്ങനെ അവൾ നീച്ച് മദ്രസയിൽ പോകാൻ അവിടെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് ഇതാ വേഗം ആവണുണ്ട്. ഞാൻ മെല്ലെ ആയാൽ മതി വിചാരിക്കുമ്പോൾ അത് വേഗം അങ്ങോട്ട് ആവി വരും. അതങ്ങനെ തന്നെ, അല്ലെങ്കിൽ എല്ലാ കാര്യം അങ്ങനെ തന്നെ. ഇപ്പോഴൊന്നും വിസിലടിക്കണ്ട കുക്കറിന്, ഇപ്പോഴൊന്നും പുട്ടിന് ആവി വരണ്ട, കുറച്ച് കഴിയട്ടെ, കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാമല്ലോ നോക്കുമ്പോൾ കാണാം വേഗം ആവി പൊന്തിണ്ടാവും. അതല്ലെങ്കിൽ എല്ലാ കാര്യം അങ്ങനെ കേട്ടോ. കാത്തിരിക്കുക വെച്ചിങ്ങനെ വരില്ല. കരഞ്ഞിട്ടാട്ടോ അവൾ മദ്രസയിൽ പോകണം. നല്ല കരച്ചില്ല, ഞാൻ ചീത്ത പറയണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവൾ പോകണമെന്ന് നോക്കാൻ പോയിക്കണി. ഇനിയിപ്പോൾ അരിക്കൂടെ പോകണത് എന്നൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് പോണത്. അപ്പോൾ ഒരു സമാധാനം ഇല്ല. അപ്പോൾ ഞാനും പിന്നാലെ ഒന്ന് പോയി. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് മാവിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 4 ഇഡ്ഡലി വെച്ചിങ്ങനെ എന്നെ ഇവിടുന്ന് ഓടിക്കും. നമുക്ക് എന്ത് ഇഡ്ഡലി തന്നെ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയതല്ലേ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇഡ്ഡലി മാവ് കുറച്ച് അവിടെ ഇരിക്കട്ടെ, നാശമാവൊന്നുമില്ലല്ലോ. പിന്നെ നാളികേരം കഴിഞ്ഞു ഗെയ്സ്. നാളികേരം ഉള്ളത് അന്ന് മേടിച്ചില്ലേ, വലിയ നാളികേരമായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ മേടിക്കണം. കുക്കർ കടൽ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിന് വിസിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചട്നിക്കുള്ള നാളികേരം ചിരക കേട്ടോ. എന്താ ചെയ്യക്ക് ഭയങ്കര ദേഷ്യം നാളികേരം ചിരകാൻ. നാളികേരം ചിരകുമ്പോൾ എൻ്റെ കൈയൊക്കെ മുറിയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചിരക വെച്ചിട്ടാണ് ഞാൻ അവിടെ കട്ടിലപ്പടിക്ക് തന്നെ പോയിട്ട് ഇരുന്ന് ചിരകണ്.
പിന്നെ ഇഡ്ഡലി ആയ കാരണത്തിൽ ചായയൊക്കെ എടുത്ത് കുടിക്കാനൊക്കെ നേരമുണ്ട്. ഭയങ്കര സമയം ഇന്ന് ഭയങ്കര എളുപ്പത്തിൽ പണി കഴിഞ്ഞു കേട്ടോ. ഉപ്പേരി വെച്ചു, ഉപ്പേരി വേഗമാവും. പിന്നെ ഇനിയിപ്പോൾ എന്താ മീൻ പൊരിക്കുക, അങ്ങനെ ചോറ് വെച്ചെങ്കിൽ വേഗം വേവണ അരിയാണ്. അത് കാരണം പിന്നെ കുഴപ്പമില്ല. അത് കാരണം ഇഡ്ഡലിയൊക്കെ ഇതാ ചൂടാറാനായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ലേശം ചായയൊക്കെ എടുത്ത് പോയി കുടിക്കട്ടോ. അപ്പം ഉണ്ട് ഒരു കൂറുണ്ട് വരുന്നു. എനിക്കാച്ചിങ്ങനെ കൂറേന് ഭയങ്കര പേടിയാണ്. കൂറ വരുന്നുണ്ടപ്പോൾ ഞാൻ അതിനെ ചെരുപ്പൊക്കെ എടുത്തിട്ട് തട്ടി കളയാട്ടോ. ഒക്കെ നിങ്ങൾക്ക് കാണാണ്ട് തോന്നുന്നു. പിന്നെന്താ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് തട്ടുന്നൊക്കെ എടുത്ത് നമുക്ക് മാറ്റുന്നുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചിങ്ങനെ ഇനിയിപ്പോൾ ഉള്ള വിശദമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇന്ന് വീഡിയോ ഇത്തിരി ലോങ് ആട്ടോ. എന്താ പിന്നെ ഞാനൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്, ലാസ്റ്റ് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ഫൈസി മോൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻ്റ് ഇടുക. അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാനൊരു പാട്ടൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അവൻ ആ പാട്ട് കേട്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ പാട്ട് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയണില്ലേ, പാടുമ്പോൾ കേട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചോറ് തിളച്ചു, കടല അതാ വെന്തുണ്ട്. ഫൈസിനെ ഞാൻ പോയി വിളിച്ചു കൊടന്നു. നീച്ച് പോയി പല്ലൊക്കെ തേക്കി, ഇത്തിരി വെള്ളം കുടിക്കി, ബാത്റൂമിലൊക്കെ പോടാ, ഉമ്മച്ചി കുളിപ്പിച്ച് തരാമെന്നൊക്കെ ഇരുന്നിങ്ങനെ പറയട്ടെ ഞാൻ. അപ്പോൾ അവന് ഒരു സുഖമില്ലേ, നല്ല തണുപ്പുണ്ടല്ലോ. അപ്പോൾ ഒക്കെ ഒരു മടി പിടിച്ചിട്ടായിട്ട് അങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഒക്കെ എന്നാലും ഞാൻ മൂട്ടിൽ കുത്തി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നീപ്പിച്ചു. അപ്പോൾ ഉണ്ട് നമ്മുടെ പൂച്ച ഒരു തൊയിലല്ലേ എന്താ കരഞ്ഞിട്ട്. അപ്പോൾ അവനുള്ള ഇന്നലെ ചിക്കൻ പൊരിച്ചതിന് കുറച്ച് എല്ലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തു വിട്ടാ ഞാൻ. അങ്ങനെ അവർക്ക് സമാധാനമായി. കൂടെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉണ്ട് ഉപ്പപ്പ വന്നേക്കണു. ഫൈസിയുടെ ബർത്ത്ഡേ ആയിട്ട് ഉപ്പപ്പാടെ പ്രിയപ്പെട്ട കുട്ടിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ അവനെ കാണാൻ വന്നേക്കുക. അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാണ് അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഒരു ജോഡി ഒരു ഷർട്ടും ഒരു പാൻറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതിന് പെരുന്നാളിന് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഡ്രസ്സൊക്കെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് പെരുന്നാൾ കുളിച്ചിട്ടുള്ള ഡ്രസ്സും പിന്നെ ഞാനൊരു പാവാട എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാട്ടിയിട്ടുണ്ട്. അതൊക്കെ കണ്ടോളേ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷൂ ആണ് കേട്ടോ. ഷൂ ആകെ ചളി പിടിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഒന്നാമത് ചെറിയ ഷൂവാണ് മേടിച്ചേക്കണ്. അവൻ്റെ കാലിത്തിരി വലുതായിരിക്കണു. ഒന്ന് മേടിക്കുമ്പോൾ ഇത്തിരി വലുത് നോക്കി മേടിക്കുകയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ ഗിഫ്റ്റ് മേടിക്കാൻ പോയി പറഞ്ഞില്ലേ, വേറെ ഒന്നുമല്ല കേട്ടോ. ഒരു വാച്ച് മേടിച്ചു. അത്ര അധികം വില ഒന്നുമില്ല. അവന് വാച്ചില്ല, ഉള്ള വാച്ചൊക്കെ അവൻ നാശാക്കി വെച്ചേക്കുക. അപ്പോൾ എന്തായാലും വാച്ച് മേടിച്ചു കൊടുത്തു കേട്ടോ. മാമ വിളിക്കുമ്പോൾ എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വിളിക്കും. അവൻ ദുബായിലല്ലേ. അപ്പോൾ അവൻ ഇങ്ങനെ വിളിക്കുമ്പോൾ മാമ എൻ്റെ ബർത്ത്ഡേ ആണ് മാമ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയൂട്ടാ. വിളിക്കുമ്പോൾ ഒക്കെ മാമയ്ക്ക് വാച്ച് കൊണ്ടുവരുമോ മാമ എന്നിങ്ങനെ പറയും. അപ്പോൾ കൊണ്ടുവരാടാന്നൊക്കെ പറയും. അവൻ ഈ മാസം ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ വരും. ലീവ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവൻ്റെ വരുന്നുണ്ട് പറയുന്നുണ്ട്. വരികച്ചെങ്ങൾക്കൊക്കെ അവനെ കാണാം. അപ്പോൾ അതാ ഉണ്ണിമോള് പോവാട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് എന്താ സ്നേഹം. ഇവള് എന്താ പറയുക, ഗിഫ്റ്റൊക്കെ എടുത്തേച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കണതൊക്കെ കാണാം. അപ്പം അങ്ങനെ ഉമ്മൊക്കെ കൊടുത്ത്, താത്താടെ ഭാഗം ഉമ്മൊക്കെ കൊടുത്ത് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ പോയിട്ടാ. അപ്പോൾ തിക്കും തിരക്കാണ്. പോണ നേരത്ത് ഭയങ്കര തിക്കും തിരക്ക്. അവർക്ക് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അത് കാരണം മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇക്കതാ ഇനി എന്താ പൊതിച്ചോറ് പൊതിയാണ്. ഞാനിപ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കണത് ഞാനും ഈ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇതേപോലെ പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരാണെന്നറിയാം ഇതിങ്ങനെ കാത്തിങ്ങനെ നിൽക്കണം. ഞാൻ ഇങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൈസീനെ ആശുപത്രിയിലായിട്ട് അവന് പനി പിടിച്ചിട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഒരാഴ്ച ഞാൻ മെഡിക്കൽ കോളേജിൽ ഞാനൊക്കെ ഫൈസിയും കൂടി കിടന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാനൊരു 7 ദിവസം ഞാൻ പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാനും പൊതിച്ചോറ് കൊടുക്കണത്. ആദ്യമൊന്നും ഇങ്ങനെ കൊടുത്തിരുന്നില്ല. എന്നോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അവസരത്തിൽ ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കലുണ്ട് കേട്ടോ ഇവർ. അപ്പോൾ അന്നൊക്കെ ഞാൻ കൊടുത്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കുഞ്ഞേതായിരുന്നു. പിന്നെ ഗർഭിണിയായിട്ട് ആകെ ക്ഷീണം വയ്യായൊക്കെ ആയപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ പൊതിച്ചോറ് കൊടുക്കാൻ തുടങ്ങിയിരിക്കണ്. അങ്ങനെ ഇതിപ്പോൾ കൊടുക്കാനിപ്പോൾ ഇന്ന പാർട്ടിയൊന്നും വേണ്ട. നല്ലൊരു മനുഷ്യനാവുക, നല്ലൊരു മനസ്സാവുക. നല്ല മനുഷ്യനായിട്ട് കാര്യമൊന്നുമില്ല, നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാവണം കേട്ടോ. ആ ഒരു ഉണ്ടല്ലോ, ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം.
അപ്പോൾ എനിക്ക് ഈ രാഷ്ട്രീയം പാർട്ടിയും അങ്ങനെയുള്ള താല്പര്യമൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കും, ഒരു മനുഷ്യനല്ലേ, ഒരു നേരത്തെ വിശപ്പടക്കാനല്ലേ, വയ്യാത്തവരല്ലേ, ആ ഒരു കാര്യം ആലോചിച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ കൊടുക്കണം. ഞാനിതുപോലെ വിശന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൊതിച്ചോറിക്കും കിട്ടിയിട്ടുണ്ട്, എൻ്റെ മകന് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഇക്കാക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ പേരിലാട്ടോ ഞാനിങ്ങനെ ഒരു ഇത് ചെയ്യണത്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ലൊരു മനസ്സോടെ നല്ലൊരു നെയ്യത്ത് വെച്ചിട്ടാട്ടോ അത് ആർക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ അവരെ എൻ്റെ ഒരു പ്രാർത്ഥന അവർക്കുണ്ട്, അവരെ വേഗം മാറട്ടെ. എല്ലാവരും അവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ വയ്യായൊക്കെ മാറി ഒക്കെ അടിപൊളി ആവട്ടെ, ഉഷാറായി വീട്ടിൽ പോട്ടെ എന്നൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയോടെ തന്നെയാട്ടോ ഞാനിതൊക്കെ പൊതിഞ്ഞ് ഇതൊക്കെ അതാ കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അവിടെ വണ്ടി പോയിട്ടുണ്ട്, അവർ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ മേടിക്കുകയാണ്, നടന്നിങ്ങനെ ഒരുപാട് വീട്ടിൽ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഇതിപ്പോൾ കാണിക്കണത്, പെരുന്നാളിന് ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാൾ കുളിച്ചിട്ട് ഇടാൻ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഫസ്റ്റ് കാട്ടിയത് ഒരു പാവാടയായിട്ട്, അത് ഞാൻ എടുത്തതാണ്. ഇത് പിന്നെ കുഞ്ഞോളുടെ ഡ്രസ്സ്, ഇത് ഉണ്ണിമോളുടെ, അങ്ങനെ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇന്നലെ കാട്ടിയില്ലോ ഒരു ബെഡ്ഷീറ്റ് എടുത്തു, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ സ്കൂൾ വിട്ട് വന്നിട്ട് ഇനി കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാട്ട് പാടുന്നുണ്ട്, ഫൈസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഈ പാട്ട് കേട്ടിട്ട് കരഞ്ഞുണ്ടാവും. അപ്പോൾ ആ പാട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എന്തായാലും പാടാട്ടാ. ഈ മോനുള്ള കാലം വരെ എൻ്റെ പൊന്നുമ്മ കരഞ്ഞിടല്ലേ, മണ്ണോടു ഞാൻ ചേരും വരെയും ആ മനസ്സൊന്നു പിടഞ്ഞിടല്ലേ. ഈ മോനുള്ള കാലം വരെ എൻ്റെ പൊന്നുമ്മ കരഞ്ഞിടല്ലേ, മണ്ണോടു ഞാൻ ചേരും വരെയും ആ മനസ്സൊന്നു പിടഞ്ഞിടല്ലേ. ഇന്നോളം കഴിവൊന്നുമില്ലെങ്കിലും ഞാനില്ലേ എന്നും എൻ്റെ പൊന്നുമ്മക്ക്, കളിയായെങ്കിലും ആ മിഴിയൊന്നു നിറഞ്ഞാൽ തകരുന്നത് പൊന്നുമോൻ്റെ നെഞ്ചകമാണുമ്മ. ഈ മോനുള്ള കാലം വരെ എൻ്റെ പൊന്നുമ്മ കരഞ്ഞിടല്ലേ. അങ്ങനെ എൻ്റെ പാട്ടൊക്കെ ഇഷ്ടമായി എല്ലാവരും പറയാട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അത്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഞാൻ പാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കേക്ക് മേടിച്ചു, മുറിച്ചു, ചെറിയൊരു സമ്മാനം കൊടുത്തു. മാഷാ അല്ലാ, അതൊക്കെ മതി. ഇങ്ങനെ പോവന്നെ എനിക്ക് ഇഷ്ടം. അൽഹംദുലില്ലാ, അള്ളാഹുവിനോട് സ്തുതി പറയാണ്. പിന്നെ 5 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലോ, അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെന്താ, അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഇതൊക്കെയാണ് കേട്ടോ, ഒരു ചെറിയൊരു ഫാമിലി. വീട് കാണിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തായാലും ഒന്നും കൂടി കാണിക്കാം. അങ്ങനെ ഇത് സ്ഥലം ഒരു 3 സെൻറ്റ് ഉള്ളൂ കേട്ടോ. അതിലൊരു വീട് വെച്ചേക്കാണ്. അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ താത്താടെ വകയുള്ള ഗിഫ്റ്റ് കേട്ടോ പൈസയ്ക്ക്. ആദ്യം ഒരു കുരങ്ങനെ വരച്ചിട്ട് കൊടുത്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. പിന്നെ അവൾ എടുത്ത് വെച്ചത് കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് മേടിച്ച് വെച്ചിങ്ങനെ ഡയറി മിൽക്ക്, മുട്ടായി, പിന്നെ ഒരു കീ ചെയിനൊക്കെ ആയിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അവനത് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.